ശ്രീകണ്ഠാപുരം പള്ളി ഗ്രൗണ്ടിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഉത്തർപ്രദേശ് സ്വദേശി 49-കാരനായ നയീം സൽമാനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചേപ്പറമ്പിലെ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനാണ് നയീം. കടയിൽ തലേ ദിവസം രാത്രി സംഘർഷം നടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 5-അംഗ സംഘം നയീമിനെ കടയിൽ വെച്ചും താമസ സ്ഥലത്ത് വെച്ചും ആക്രമിച്ചതായും കടയുടമ ജോണി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഫേഷ്യൽ ചെയ്തതിന്റെ ഫീസുമായി ബന്ധപ്പെട്ടായിരുന്നു മർദ്ദനം. 300 രൂപയാണ് ഫേഷ്യലിന് ഫീസായി നയീം ആവശ്യപ്പെട്ടത്. സംഘം 250 രൂപ മാത്രമേ നൽകിയിരുന്നുള്ളൂ. അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ വിരോധമാണത്രേ. കടയിൽ വെച്ചും പിന്നീട് താമസ സ്ഥലത്തും നയീമിനെ 5-അംഗ സംഘം ആക്രമിച്ചത്. കട ഉടമയുടെ ബൈക്കും സംഘം തകർത്തതായും പരാതിയിലുണ്ട്. ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്ത് ഇവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. ചെങ്കൽ മേഖല കൂടിയായ ചേപ്പറമ്പ് പ്രദേശം ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ്. കൊണ്ടുപോയപ്പോഴത്തേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ മൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനസിക പീഡനം തന്നെയാണ്. മാനസികമായി അവനെ തളർത്തി അവന് ചിലപ്പോൾ അറ്റാക്ക് തന്നെ വന്നു വീണായിരിക്കാം. എന്തുകൊണ്ട് BP കൂടിയത് കൊണ്ടല്ലേ. അത് BP വന്ന് ഇവനെ മാനസികമായിട്ട് തളർത്തി ഇവൻ മരിച്ചു. അങ്ങനെ കല്ലിന് തലയിടിച്ചിട്ടാണ് വീണത്. അപ്പൊ ഇത്രയും കാര്യം ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിന്റെ 2 മക്കള് ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ വിവരം ബോധിപ്പിച്ചത് തന്നെ വളരെ വിഷമത്തോടെ. അവർ വന്ന് 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചെല്ലാം ജോണിച്ചേട്ടാന്ന് പറഞ്ഞ് കരയുന്ന സംഗതിയുണ്ടല്ലോ. അതൊരാൾ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അതെല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രം പ്രായമുള്ള ചെറുക്കൻ അവനെയും അവന്റെ അപ്പനെയും പെട്ടിയിലെ കയറ്റിവിടുകയുള്ളൂ എന്ന് പറയുന്ന അത്രയും ധാർഷ്ട്യം പിടിച്ച ഇവരെ ഈ പരമാവധി കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. എന്നോട് കൂടെ ഏകദേശം 10 വർഷത്തോളമായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന, ശരിക്കും പറയാൻ എന്റെ സ്വന്തം പോലെയായിരുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരുന്നു മരിച്ചയാൾ. വീടി വലിക്കുന്നതല്ലാതെ വേറെ യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരനും ഈ നാട്ടിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്കും അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. 10% എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ 90% ആൾക്കാർക്കും നല്ലവൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം വേണം ആരായാലും. ഇവിടെ രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായിട്ട് ജനകീയ പ്രശ്നമായിട്ട് ഇത് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലെവലിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പീഡനം കൊണ്ടാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അവര് പറയുന്നു റിപ്പോർട്ട് വരട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല, അതിന്റെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നാൽ 2 ദിവസം കഴിയും, എന്നാലേ അറിയുള്ളൂ. ഇത് റിസൾട്ട് വന്നാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ തന്നെ ഈ ഹൈ BP വന്നത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. ഈ ഗുളിക മാത്രം കഴിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് പെട്ടെന്ന് ഹൈ BP ആണെങ്കിൽ അതിനുള്ള കാരണം കൃത്യമായിട്ട് ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോയിൽ കിട്ടാത്ത കാര്യം അന്ന് രാത്രി ഇവരുടെ താമസ സ്ഥലത്ത് ചെന്നിട്ട് ഇവരുടെ ഗുണ്ടായിസം. അതിനു മുമ്പേ ഞാൻ ഇവരെ 2 പേരെയും മാറ്റി സേഫ് ആക്കിയതുകൊണ്ട് മാത്രം അവർ അന്ന് ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് രാത്രി തന്നെ ഈ പറയുന്ന 2 പേരെ ഇവർ പെട്ടിയിലാക്കിയിട്ടുണ്ടായെങ്കിലോ. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? നാളെ നമ്മുടെ നടക്കുമ്പോഴല്ല എല്ലാവർക്കും കത്തിപ്പെടാനും കൊടുത്തുകൂടാ വിടുവാണുണ്ട്. മർദ്ദിച്ച പാടുകളും കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രശ്നത്തിന്റെ പേരിൽ അന്ന് ഉണ്ടായ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ പാടുകളും കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു അടി കൊടുക്കുന്നത്, അതായത് അകാരണമായിട്ട് കടയിൽ കയറി വന്നിട്ട് ഒറ്റ അടിയും കൊടുത്ത് ഹിന്ദിയിൽ അവന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ട് അത് ദൃക്സാക്ഷിയുണ്ട്. തൊട്ടടുത്ത് ഇരിക്കുന്ന സീറ്റുകാരൻ എന്ത് കാര്യത്തിന് അടിച്ചതെന്ന് പോലും മനസ്സിലാകാത്ത ആള്. ഈവൻ എന്നോട് വന്നിട്ട് ജോണിച്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനിത് അന്വേഷിക്കണ്ടേ? എന്റെ കൂട്ടത്തിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തന്നെ അകാരണമായിട്ട് ഒരുത്തം മർദ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയപ്പോൾ അവർ പട കൂടി വന്നിട്ട് അവർ തമ്മിലുള്ള ആക്രമണമോ അതല്ലെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ല. കൈകൂപ്പി നിൽക്കുന്ന അവനെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും പ്രസവത്തിന് നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നയിനെ. നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ മനസ്സിലാവും. അവനെയാണ് മാനസികമായിട്ട് തളർത്തിയിട്ട് ഹൈ BP ആക്കിയിട്ട് തലയെടുത്ത് നിലത്ത് വീണ് മരിച്ചത് ശരിയായ കൊലപാതകത്തിന്റെ കുറ്റം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ മുടിമുട്ട് കൊടുക്കുമ്പോൾ ഈ സംഭവം നടക്കും. ഇപ്പോഴത്തെ ഇവിടെ വെക്കുമ്പോൾ പടി കിട്ടുമ്പോൾ മറ്റാളി അടിച്ച് കാർഡ് അടിച്ചു. ഓരോ ആൾക്കാരുടെ പങ്കെടുത്തതിന് ശേഷം വാക്കേനെ വണ്ടി പോയി. എല്ലാ ആഴ്ച നമ്മൾ മുമ്പേ ചെയ്യുന്ന അടിക്കുന്നത് കണ്ട ആളാണ് ചിന്തിക്കുന്നത്.
ഒരു കാരണവുമില്ലാതെ കടയിൽ കയറി ആക്രമിക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിൽ ഇരുന്ന് മുടി മുറിക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ മുടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നിട്ട് മർദ്ദിക്കുന്നത്. അപ്പൊ ഒരു കാരണവുമില്ല. തലേന്നത്തെ ഫേഷ്യലിന്റെ കാര്യത്തിനാണെങ്കിൽ അതെങ്കിലും പറയണം. എന്ത് കാര്യത്തിനാണെന്ന് പറയണം. ഒരു കാര്യം പറയാണ്ട് കയറി വന്ന് ഒരുത്തന്നെ അടിച്ചിട്ട് പോകാൻ ഇതെന്താ വളരിക്കപ്പെടണോ? വിടുകയല്ല, ഇത് വിടുകയെന്ന മീൻസ് നിയമം വിടരുത് ഇതിന്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനില്ല. ഞാൻ ഒരു എളിയ നാട്ടുകാരനാണ്, ഒരു സാധാരണക്കാരനാണ്. നിയമം ഉണ്ടെങ്കിൽ ഇവരെ ഒന്നും വെറുതെ വിടരുത്. ഇവിടെ ഹിന്ദി തൊഴിലാളികൾ ഇല്ലെങ്കിൽ കേരളത്തിൽ യാതൊന്നുമില്ല. ഇവിടെ ഹോട്ടൽ നടത്തുന്നവനും എന്നെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർക്കും അനാദി കടക്കാർക്കും മീൻ കടക്കാർക്കും തുടങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പോലും അവർ പണിയെടുക്കുന്ന കാശിന്റെ വീതം വേണം. പക്ഷെ അവരെ ആരെങ്കിലും മർദ്ദിക്കുന്നത് ചോദിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നത്തിൽ അന്യായമായിട്ടുള്ള ഹിന്ദിക്കാരനെ മർദ്ദിക്കുന്നത് കണ്ടാൽ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം. അതെല്ലാം ചേപ്പറമ്പിലുണ്ടായിട്ടുള്ള ഒരു കാരണമായ സംഭവം നമ്മളെല്ലാം ആകെ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ തൊഴിലാളിയായി തൊഴിലെടുക്കുന്ന ഒരാളുടെ ജീവൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടതായി കാണേണ്ടതാണ്. കാരണമായ സംഭവമാണ്. ഇതിൻ്റെ വഴിവെച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ സമൂഹത്തെ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അക്രമം, ഒരു അതിഥി തൊഴിലാളി എന്ന രീതിയിൽ അവർ ജീവിക്കാൻ വേണ്ടി വന്ന അവരെ വല്ലാതെ രീതിയിൽ ആക്രമിച്ച സംഭവം കൂടി ഉണ്ടായി. ആരാ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആരായാലും അക്രമം നടത്തിയവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു അതിഥി തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. നമ്മുടെ നാട് പോലത്തെ പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത്തരം അക്രമം നടത്തുന്നവരെ നിലക്ക് നിർത്താൻ വേണ്ടി അധികാരികൾ മുന്നോട്ട് വരണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം സംഭവം ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് പോലീസിൻ്റെ ഭാഗത്ത് കർശനമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.